ഏതാ അത് ഇന്ത്യൻ ആർമിയുടെ സൈലന്റാ, ഇങ്ങോട്ടും അറ്റാക്ക് വന്നാലേ തിരിച്ചടിക്കത്തുള്ളൂ. അതിന് പേടിയാ കേട്ടോ, ഓടി. അതിന് പേടിയാ, അത് ഓടി. നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ നമുക്ക് ആദ്യം 2 പോത്തിനെ വെച്ചാണ് തുടങ്ങിയത്. നമ്മൾ ഒരാവശ്യം കൊണ്ട് നമ്മളതിൽ ഒരെണ്ണത്തിനെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ വാങ്ങിയ ഒരു അടുത്ത ഒരു പോത്താണ് ഇവന്. ഇത് അതിനെക്കാട്ടിലും സാമാന്യം ഇച്ചിരി നല്ല വളർച്ചയുള്ള ഇച്ചിരി വലിയ പോത്താണ്. ഇത്തിരി വളർന്ന ശേഷമാണല്ലോ ഇതിനെ എടുത്തത്. ആണ് കുഞ്ഞുനാളിൽ കൊണ്ടുവന്ന അതിന്. അപ്പോൾ ഇത് തമ്മിലുള്ള സ്വഭാവ വ്യത്യാസം വല്ലതും ഉണ്ടോ? ആദ്യം നമ്മൾ വാങ്ങിയ ആ 2 പോത്തിലെ ഒന്നിനെ ആണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ടിഷ്ടപ്പെട്ടു. അവനിപ്പോൾ എന്നോട് ചോദിച്ചു, ചേട്ടാ അതിനെ ഇനി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ കുറച്ച് ദിവസം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കൊടുക്കാം. എനിക്ക് അന്നേരം വേറൊരു പോത്ത് ഇവനെ ഇപ്പോഴത്തേന് ഒരിടത്ത് കണ്ടിഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരാവശ്യം വന്നപ്പോൾ അവനെ ഞാൻ കൊടുത്തിട്ട് ഇവനെ വാങ്ങി. ഇവൻ കുഴപ്പമൊന്നുമില്ല, നമ്മളോട് ഇണങ്ങിയൊക്കെ വരുന്നതേ ഉള്ളൂ. പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റവും ആൾക്കാരുടെ ഇടപെടലും സ്ഥലവും പരിചയമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അവൻ ഇച്ചിരി അഗ്രസീവാണ്, ഒരു അക്രമ സ്വഭാവമുണ്ട്. പക്ഷേ എന്നോട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ ചെളി പോകാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാ തുണി അലക്കുന്ന സോപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ തേക്കാൻ നമ്മൾ ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്തെല്ലാം കാളപ്പുല്ല് എന്ന് പറയുന്ന ആ സാധനമാണ് അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഏറ്റവും നല്ല ഒരു മെറ്റീരിയലാണ് അത്. ഇന്നത്തെ കാലത്ത് ആ സാധനം ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണാൻ പോലും കിട്ടാനില്ലാത്തൊരു സാധനം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളെ ആശ്രയിക്കും ഇതിനെ കുളിപ്പിക്കുന്നതിന് വേണ്ടി. പിന്നെ സോപ്പ് തേക്കുന്നത് അതിന് ചെളി പോകാൻ വേണ്ടി. കുമ്പിൻ്റെ മടക്കൊക്കെ ഉണ്ടോ? ഇതിൻ്റെ ശരീരത്തിന് ചൂട് താങ്ങാൻ പറ്റാത്ത ഒരു ജീവിയാണ്. സാധാരണ മറ്റ് കന്നുകാലികളെ പോലെയല്ല, പോത്തിന് ഒരിക്കലും ചൂടധികം താങ്ങാൻ പറ്റത്തില്ല. ഇതിനെപ്പോഴും തണുപ്പാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ എന്നും കുളിപ്പിക്കുന്നതും കുറച്ച് നേരം വളരെയധികം നേരം വെള്ളത്തിൽ നിർത്തുന്നതുമൊക്കെ അതിൻ്റെ ശരീരത്തിന് നല്ലതാണ്. ഞാനാണെങ്കിൽ ഒരു 3 മണിക്കൂർ മേലിൽ 3-4 മണിക്കൂർ കൂടുതൽ ഞാൻ ഇതിനെ വെള്ളത്തിൽ ഇട്ടേക്കും. അതിൻ്റെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടി 3-4 മണിക്കൂറോളം ഇട്ടേക്കും. ഇന്ന് തന്നെ 11 മണിക്ക് ഞാൻ കെട്ടിയത്. ഇപ്പം 3 മണി 4 മണി ആവാറായി. അതുവരെ ഇവർ വെള്ളത്തിലിങ്ങനെ സൂചിച്ച് കിടന്ന് അവരവരുടെ ശരീരം തണുപ്പിച്ച് ഇപ്പം നല്ല തണുത്തിരിക്കുന്ന ശരീരമാണ്. നമ്മളിതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ദേഹത്തെ അഴുക്ക്. ഇത് കണ്ടെത്തി കെട്ടുന്നതുകൊണ്ട് മൊത്തം ചെളിയായിരിക്കും. എപ്പോഴും ഇത് ചെളിക്കകത്തിൽ ഇങ്ങനെ ചൂടിനെ അകറ്റാൻ വേണ്ടി തണുപ്പിന് വേണ്ടി ചെളിക്കകത്തിൽ ഇങ്ങനെ പൂണ്ട് കിടക്കാറുണ്ട് വെള്ളത്തിൽ. അപ്പോൾ അതിൻ്റെ ദേഹത്തിൽ അഴുക്കാണ്. പിന്നീടുള്ള മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെവിക്കകത്തിൽ അഴുക്കാണ്. 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ കഴിയില്ലെങ്കിൽ ഇതുപോലെ അഴുക്കുണ്ടാവും ഇതിൻ്റെ ചെവിയിൽ. ഈ ചെവിയിൽ അഴുക്കുണ്ടായി കഴിഞ്ഞാൽ അതിൽ ഈച്ച കയറി മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു വ്രണം പോലാവും. എന്ത് ജീവിയാലും അത് ശരീരത്തിന് അത് കേടാവും. അത് നമ്മൾ 2 ദിവസം കൊണ്ട് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൻ്റെ ചെവിയിലെ ഈ അഴുക്ക് അത് ഞാൻ എടുക്കുന്ന തുണി വെച്ചാണ് എടുക്കുന്നത്. നനഞ്ഞ കോട്ടൺ തുണി വെച്ച് അതിൻ്റെ ചെവിയിലേക്ക് ഇട്ട് നമ്മൾ ബഡ്സെറ്റ് കറക്കി എടുക്കുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ വിരൽ ഉപയോഗിച്ച് അത് കറക്കി എടുക്കും.
അത് 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ എന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. എനിക്കിപ്പോൾ ജോലിയൊക്കെ ആയതുകൊണ്ട് ഞാൻ 2 ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് എടുത്ത് കളയുന്നത്. പിന്നെ ഇതിൻ്റെ കൊമ്പിൻ്റെ ഈ മടക്കിനകത്തിൽ അഴുക്ക് കയറിയിരിക്കാനുള്ള സാധ്യത, അഴുക്ക് മൂട്ട അതെല്ലാം കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചെള്ള് അതൊക്കെ നമ്മൾ ഇങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന ഈ തേക്കുന്ന സാധനം വെച്ച് ഇങ്ങനെ ഉരച്ചെടുത്ത് കളയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. നല്ല കുസൃതിയുള്ള ഇറക്കാനാണ്. ലഡു ഇതേ പോലെ തന്നെ പ്രാധാന്യമാണ് അതിൻ്റെ മൂക്കിൻ്റെ അകത്ത് അഴുക്ക് കയറാൻ നമുക്ക് നല്ല സാധ്യത വരും. അത് നമ്മളെ കുളിപ്പിക്കുമ്പോഴെല്ലാം മൂക്ക് കയറൊന്ന് കറക്കി അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് മുഖത്തിന് നല്ലതായിരിക്കും. അപ്പോൾ അതിന് മുറിവോ ഒന്നും പറ്റാത്ത രീതിയിൽ ആ മൂക്കിൻ്റെ അകത്തിലെ അഴുക്കുകളെല്ലാം നമുക്ക് അതിൻ്റെ അതിലൊന്നും ഇട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ കയറിൻ്റെ അകത്തിൽ അഴുക്ക് എപ്പോഴും കട്ട് പിടിച്ചിരിക്കും. സ്ഥിരമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ആ മൂക്കൊലിപ്പും പിന്നെ കഴിക്കുന്ന ആഹാരവും നക്കുന്നതിൻ്റെ ഇതൊക്കെ ആയിട്ട് അതിൻ്റെ അതിൽ അഴുക്ക് കയറിയിരിക്കും. അത് നമുക്കതിൽ നിന്ന് എടുത്ത് കളയാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പറ്റും. ഞാൻ സാധാരണഗതിയിൽ ഇതിൻ്റെ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ബനിയൻ ടൈപ്പ് തുണിയാണ് എടുത്തിരുന്നത്. പണ്ട് കാലത്തൊക്കെ കാളപ്പുല്ല് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് അന്നത്തെ ആൾക്കാർ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് അത് അത്ര ഫലവത്തല്ല, അതുമല്ല സാധനം കിട്ടാനുമില്ല. പിന്നീടുള്ളത് ചകിരി, പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അതിൻ്റെ ചെവി മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ ഈച്ചകൾക്ക് മുട്ടയിടാനുള്ള ചാൻസ് കൂടും. അപ്പോൾ നമ്മൾ ഒരു കോട്ടൺ തുണിയാണെന്നുണ്ടെങ്കിൽ അത്ര ഇത് വരത്തില്ല. എൻ്റെ ചെവിയിലെ അഴുക്കും കാര്യങ്ങളുമാണിത്. ഈ അഴുക്ക് ഇങ്ങനെ നമ്മൾ എടുത്ത് കളയണം. അത് കൂടുതൽ ദിവസങ്ങൾ ഇരുന്നാൽ അത് അവിടെ നിന്ന് പഴുക്കും, അതിൻ്റെ അകത്ത് വ്രണം പോലാവും, അതിൽ കൂടുതൽ ഈച്ചകൾ മുട്ടയിടും. പിന്നീട് അത് പോത്തിന് തന്നെ അത് ശരീരത്തിന് കേടാവുന്നത്. പിന്നെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗമേ, ചെവിയുടെ ഈ മടക്കെ, പിന്നെ ഈ മുൻകാലുകളുടെ ഈ ഇടഭാഗം, ഇവിടെ എല്ലാം മൂട്ട ചെള്ള് കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതും നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നതാണ്. അതൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ പോത്തിനെ മേയാൻ പറ്റത്തുള്ളൂ.